രാജ്യത്ത് ഗാർഹിക പാചകവാതകത്തിന്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 29 രൂപയാണ് ഉയർത്തിയത്. 3 മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് LPG വില ഉയർത്തുന്നത്. രാജ്യത്ത് LPG സിലിണ്ടറുകളുടെ വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സിലിണ്ടറിന് 29 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. ഇതോടെ ഡൽഹിയിൽ 14.2 കിലോ സിലിണ്ടറിന്റെ വില 942 രൂപയായി. നേരത്തെ ഇത് 913 രൂപയായിരുന്നു. 3 മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് LPG വില ഉയർത്തുന്നത്. ഇതിനു മുമ്പ് മാർച്ച് 7-നാണ് ഗാർഹിക സിലിണ്ടറിന്റെ വില 60 രൂപ വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില ഉയർന്നതുമാണ് പുതിയ വില വർധനയ്ക്ക് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും. ആഗോളതലത്തിൽ ഇന്ധന വിതരണ ശൃംഖലയിൽ നേരിടുന്ന സമ്മർദ്ദവും വില നിർണ്ണയത്തെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അധികൃതരുടെ വിശദീകരണം. എണ്ണ വിപണിയിലെ അനിശ്ചിതത്വം തുടരുന്നതുകൊണ്ട് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ് നേരിടേണ്ടി വരുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം ഓരോ ഗാർഹിക LPG സിലിണ്ടറും വിൽക്കുമ്പോൾ ഏകദേശം 703 രൂപയുടെ നഷ്ടമാണ് കമ്പനികൾക്ക് സംഭവിക്കുന്നത്. പുതിയ വില വർധനയ്ക്ക് ശേഷവും ഈ നഷ്ടം പൂർണ്ണമായി നികത്തപ്പെട്ടിട്ടില്ലെന്നും അധികൃതർ പറയുന്നു. അതേസമയം ആഗോള വിപണിയിലെ വില വർധനയുടെ മുഴുവൻ ഭാരം ഉപയോക്താക്കൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാതെ ഘട്ടം ഘട്ടമായാണ് വില ക്രമീകരണം നടത്തുന്നതെന്നും കേന്ദ്രം വിശദീകരിച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നിരക്കുകളിൽ മാറ്റം വരുന്നതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറുകളിലെ നഷ്ടം ഇപ്പോഴും 700 രൂപയ്ക്ക് മുകളിലാണെന്നും അത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുകയാണെന്നുമാണ് പെട്രോളിയം മന്ത്രാലയവും അറിയിച്ചത്. വിപണിയിലെ പ്രതിസന്ധി മറികടക്കാനും വിതരണ ശൃംഖല സ്ഥിരതയോടെ നിലനിർത്താനും വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അവർ വ്യക്തമാക്കി. അതേസമയം LPGയുടെ മൊത്തം ആവശ്യകതയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയതായും മന്ത്രാലയം അറിയിച്ചിരുന്നു. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഉപഭോഗം കുറഞ്ഞതും ബുക്കിംഗ് കാലയളവിൽ വന്ന മാറ്റങ്ങളും ഇതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഡെലിവറി വെരിഫിക്കേഷൻ സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെ ആവശ്യത്തിന് പെട്രോളിയം ഡീസലും ലഭ്യമാണെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.